മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രമുഖ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നിർണായക വഴിത്തിരിവ്. സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരനും മുഹമ്മദ് അലിയുടെ ചെറിയച്ഛന്റെ മകനുമായ മലപ്പുറം പൂങ്ങോട് സ്വദേശി വലിയ പീടിക്കൽ വീട്ടിൽ സിയാസിനെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്ക് 54 വയസ്സാണ്. പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഡിസംബർ 6-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോഴിക്കോട്രി പാലത്തിന് സമീപം വെച്ച് മുഹമ്മദ് അലി സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തിയാണ് കൊട്ടേഷൻ സംഘം അക്രമം അഴിച്ചുവിട്ടത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് പോലീസിന്റെ വ്യാപക തിരച്ചിലിനൊടുവിൽ ഒറ്റപ്പാലം കോതകുറിശ്ശിയിൽ വെച്ചാണ് അക്രമികളിൽ നിന്നും അതിവിദഗ്ധമായി രക്ഷപ്പെട്ട മുഹമ്മദ് അലിയെ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചത്. മാരകമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സംഭവം നടന്ന ദിവസം തന്നെ ഒരു പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ അന്തർസംസ്ഥാന കൊട്ടേഷൻ സംഘങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചു. അന്വേഷണം തന്നിലേക്ക് നീളുമെന്ന് മനസ്സിലാക്കിയ സിയാസ് വിദേശത്തേക്ക് കടന്ന് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘം തന്ത്രപൂർവ്വം പ്രതിയെ മലപ്പുറം എടവണ്ണയിൽ വെച്ച് പിടികൂടുകയായിരുന്നു. മുഹമ്മദ് അലിയുടെ ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന വിശ്വസ്തനായിരുന്നു ഒരു കാലത്ത് സിയാസ്. എന്നാൽ ഇയാൾ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ മുഹമ്മദ് അലി കണ്ടെത്തുകയും ചുമതലയിൽ നിന്നും മാറ്റി നിർത്തുകയുമായിരുന്നു. ഇതോടെ വലിയ കടക്കണിയിലേക്ക് സിയാസ് നീങ്ങി. മുഹമ്മദ് അലിയോടുള്ള പക തീർക്കാനും മോചനദ്രവ്യമായി വലിയ തുക തട്ടിയെടുത്ത് ബാധ്യതകൾ തീർക്കാനുമാണ് ഈ കൊട്ടേഷൻ ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്.